പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വമ്പൻ സന്തോഷവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾ, തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണം എന്നിവയുടെ രണ്ടാം ഘട്ട വിതരണം ആരംഭിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കും ഏപ്രിൽ മാസത്തെ കുടിശ്ശികയായിട്ടുള്ള ഗുണഭോക്താക്കൾക്കും അറിയിപ്പ് വന്നിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 2000 രൂപ വീതം ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും അറിയിപ്പെത്തി. ഇനി വിതരണം ഇങ്ങനെ മാത്രം. മെയ് ജൂൺ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ ഗഡു പെൻഷൻ തുകയുടെ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും 2000 രൂപ വീതമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വീടുകളിലും വിതരണം സജീവമാകും. ഒരു മുടക്കവും കൂടാതെ 2000 രൂപ വീതം ഇതുവരെ എത്തിച്ചേർന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷവാർത്ത. ജൂൺ മാസം മുതൽ 5ഓടുകൂടി അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ 200 മുതൽ 300 രൂപ വരെ വർധനമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ തുകയിൽ 1000 രൂപയുടെ വരെ വർധനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയോടൊപ്പം വർധിപ്പിച്ച പെൻഷനും ഇന്നു മുതൽ എത്തിച്ചേരും. ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം ഉടൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നതാണ്. 16 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലെ 4000 രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം, മാനദണ്ഡം, അർഹത നടപടിക്രമങ്ങൾ എന്നിവ ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. പുതിയ സ്ക്രീനുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ജൂൺ 30-ന് മുമ്പായി തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്ക് ജൂലൈ മാസം മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടി വരുന്നതോടെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമായി വിതരണം ചുരുങ്ങും. പുതിയ മാനദണ്ഡങ്ങളോടുകൂടി ഭൗതിക സാഹചര്യം പരിശോധനകൾ തുടങ്ങി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വൈകാതെ തന്നെ ആരംഭിക്കും. ക്ഷേമ പെൻഷൻ തുക വിതരണം ഘട്ടങ്ങളിലായി 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വിതരണം ലിസ്റ്റിൽ അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാകും ഇനി മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുക. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത 5 സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കേണ്ടതാണ്. അറിയിപ്പുകൾ ലഭ്യമായി ആളുകൾക്ക് മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. 2.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ളത്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പണം ബാധകമല്ല. ജൂൺ മാസം മുതൽ വിവിധ ഘട്ടങ്ങളിലായി വർധിപ്പിച്ച പെൻഷൻ തുകയടക്കമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങളുടെയും പെൻഷൻ വിതരണങ്ങളുടെയും രണ്ടാം ഘട്ട വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പുറത്തുവരും. വരും മണിക്കൂറുകളിലെ പുതിയ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.